നമസ്കാരം, ഞാൻ അപർണ. പ്രധാന വാർത്തകൾ. ക്രഷർ ക്വാറി ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. മുണ്ടൂരിൽ കടകൾ കുത്തി തുറന്ന മോഷണം. നാളെ മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധം. ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കും. വലിയപാടം ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷം ഇന്നു മുതൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ക്രഷർ ക്വാറി ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. പാലക്കാട് ക്വാറി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. ഖനന ഭൂവിജ്ഞാപന വകുപ്പിൽ നിന്ന് രേഖകൾ അനുവദിച്ചു കിട്ടുന്നതിലെ കാലതാമസം ഒഴിവാക്കുക, വകുപ്പിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുക, ക്രഷർ ക്വാറി യൂണിറ്റുകൾ അധികമായി തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കുന്നത്. മുണ്ടൂരിൽ കടകൾ കുത്തി തുറന്ന മോഷണം. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയോരത്ത് മുണ്ടൂർ പെരിയാനിയിൽ കടകൾ കുത്തി തുറന്ന മോഷണം. വാഹന പുക പരിശോധന കേന്ദ്രത്തിലും പലചരക്ക് കടയിലുമാണ് മോഷണം നടന്നത്. പുക പരിശോധന കേന്ദ്രത്തിൽ നിന്ന് 10,000 രൂപയും ഒരു മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. കല്ലടിക്കോട് ചിങ്ങത്ത് പറമ്പിൽ പ്രബിന്റേതാണ് പുക പരിശോധന കേന്ദ്രം. പെരിയാനി ഓമന വിഹാറിൽ ബൈജുവിന്റേതാണ് പലചരക്ക് കട. കടയിലുണ്ടായിരുന്ന 50 രൂപ മോഷ്ടാവ് കൊണ്ടുപോയി. കോങ്ങാട് പോലീസ് പരിശോധന നടത്തി. നാളെ മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധം. ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ കർശനമാക്കും. ഫെബ്രുവരി 1 മുതൽ ഭക്ഷണം പാകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളിലെയും ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധം. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെ ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ശുചിത്വവും ഹെൽത്ത് കാർഡും പരിശോധിക്കുന്നതാണ്. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന കേരളം സുരക്ഷിത ഭക്ഷണ ഇടം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും പ്രവർത്തനങ്ങളും ശക്തമാക്കും. പോരായ്മകൾ കണ്ടെത്തുന്നവർക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുന്നവർക്കെതിരെയും കൈവശം വയ്ക്കുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതാണ്. ലഭിക്കുന്ന മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്ഥാപനത്തിൽ സൂക്ഷിക്കണം. അടപ്പിച്ച സ്ഥാപനങ്ങൾ തുറന്നുകൊടുക്കുമ്പോൾ മറ്റു ന്യൂനതകൾ പരിഹരിക്കുന്നതിനോടൊപ്പം ജീവനക്കാർ എല്ലാവരും 2 ആഴ്ചയ്ക്കകം ഭക്ഷ്യസുരക്ഷാ പരിശീലനം നേടണമെന്നും തുറന്ന ശേഷം 1 മാസത്തിനകം ഹൈജീൻ റേറ്റിംഗിനായി രജിസ്റ്റർ ചെയ്യുമെന്നുള്ള സത്യപ്രസ്താവന ഹാജരാക്കേണ്ടി വരും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ മുന്നറിയിപ്പോട് കൂടിയ സ്ലിപ്പോ സ്റ്റിക്കറോ ഇല്ലാത്ത ഭക്ഷണ പാഴ്സലുകൾ നിരോധിച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നു. ഫെബ്രുവരി 1 മുതൽ ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. സ്ലിപ്പിലോ സ്റ്റിക്കറിലോ ആ ഭക്ഷണം പാകം ചെയ്ത തീയതിയും സമയവും എത്ര സമയത്തിനുള്ളിൽ കഴിക്കണം എന്നിവ വ്യക്തമാക്കിയിരിക്കണം. വലിയപാടം ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷം ഇന്നു മുതൽ ആരംഭമാകും. വലിയപാടം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷ പരിപാടികൾക്ക് ഇന്ന് വൈകിട്ട് തുടക്കമാകും. അതിനു മുന്നോടിയായി ക്ഷേത്രത്തിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി വാസുദേവ വാദ്യാൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ത്രികാല പൂജാതി കർമ്മങ്ങളിലും കലശാഭിഷേകത്തിലും 100 കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ജതിൻ കല്ലാറ്റിന്റെ പ്രമാണത്തിൽ 75ഓളം വാദ്യ കലാകാരന്മാർ ഒരുക്കിയ പാണ്ടിമേളം ആവേശമായി. വൈകിട്ട് 5 ദിവസം നീണ്ടുനിൽക്കുന്ന സംഗീതോത്സവത്തിന് മ്യൂസിക്കൽ ഫ്യൂഷനോടെ തുടക്കമാകും. നെയ്തരംപുള്ളി ക്ഷേത്രോത്സവം നാളെ കൊടിയേറും. നെയ്തരംപുള്ളി മഹാക്ഷേത്രത്തിൽ തൈപ്പൂയ ആറാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് കലാ സാംസ്കാരിക പരിപാടികൾ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M.R. മുരളി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിലെ നവീകരിച്ച ആറാട്ട് കടവിന്റെ സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു.
ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എം ദണ്ഡപാണി അധ്യക്ഷനായി. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ PK ഗംഗാധരൻ പടിഞ്ഞാറേ നട സമർപ്പണം നടത്തി. ഇന്ന് രാവിലെ സോപാന സംഗീതത്തോടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് നവകം, പഞ്ചഗവ്യം, കളഭാഭിഷേകം എന്നിവ നടന്നു. നാളെ വൈകിട്ട് ക്ഷേത്രം തന്ത്രി അന്തലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഉത്സവം കൊടിയേറും. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പാലക്കാട് പ്രതിഭാനഗർ കാരുണ്യം എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പാലക്കാട് ഡിവിഷൻ എക്സൈസ് സീനിയർ ഓഫീസർ അബ്ദുൾ ബാസിദ് ലഹരിക്കെതിരെ ഉദ്ബോധനം നടത്തുകയുണ്ടായി. ലഹരി എന്ന മാരക വിപത്ത് എന്ന വിഷയത്തെ അധികരിച്ച് വിശ്വാസ് നിയമവേദി കൺവീനർ അഡ്വക്കേറ്റ് വിജയ കണ്ടാത്ത് സദസ്സുമായി സംവദിച്ചു. കാരുണ്യം പ്രസിഡന്റ് മുഹമ്മദ് അൻസാരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി OS ഹസൻ സ്വാഗതവും മുൻ പ്രസിഡന്റ് ഇബ്രാഹിം നന്ദി പ്രകടനവും നടത്തി. മലമ്പുഴ ഹോക്കി ക്ലബിന് വിജയം. പാലക്കാട് ജില്ലാ സബ് ജൂനിയർ ഹോക്കി പെൺകുട്ടികളുടെ ലീഗ് മത്സരത്തിൽ മലമ്പുഴ ഹോക്കി ക്ലബ് വിജയിച്ചു. മേരിമാത ഹയർ സെക്കൻഡറി സ്കൂൾ പന്തലാംപാടം 2ാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികൾക്ക് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മായാദേവി സമ്മാനങ്ങൾ നൽകി. പാലക്കാട് ഹോക്കി വൈസ് പ്രസിഡന്റ് കമലം അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ഹോക്കി ട്രഷറർ ജമീൽ കുമാർ PK സ്വാഗതം പറഞ്ഞു. ഡോൺ, സന്ധ്യ, അല്ലി തുടങ്ങിയവർ സംസാരിച്ചു. ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾ പുഞ്ചിരിയോടെ മടങ്ങണം. കളക്ടർ KS ചിത്ര. പാലക്കാട് ഓഫീസുകളിൽ എത്തുന്ന പൊതുജനങ്ങൾ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് ചുമതലയേറ്റ കളക്ടർ ഡോക്ടർ S ചിത്ര പറഞ്ഞു. ഉദ്യോഗസ്ഥ എന്ന നിലയിൽ വ്യവസായം, കൃഷി തുടങ്ങി വ്യത്യസ്തവും പ്രാധാന്യവുമുള്ള മേഖലകളിൽ ജോലി ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ് പാലക്കാട്. ഗ്രാമീണ തനിമയുള്ള മനോഹരമായ ധാരാളം സ്ഥലങ്ങളുടെ ജില്ലയുടെ കളക്ടറായി എത്തിയതിൽ വ്യക്തിപരമായി സന്തോഷമുണ്ട്. എല്ലാ മേഖലയിലും ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വമുള്ളതിനാൽ കൂടുതൽ മനസ്സിലാക്കി ഇടപെടലുകൾ ആവശ്യമുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ പ്രാധാന്യം നൽകും. സർക്കാർ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും കളക്ടർ പറഞ്ഞു. കളക്ടറുടെ ചേംബറിൽ ദേശീയ ആരോഗ്യ ദൗത്യം ഡയറക്ടറായി ചുമതലയേൽക്കുന്ന മുൻ കളക്ടർ മൃണ്മയി ജോഷി ഔദ്യോഗിക ചുമതല കൈമാറി. ADMK മണികണ്ഠൻ സ്വീകരിച്ചു. 2014 IAS ലഭിച്ച ചിത്ര ആലപ്പുഴ സ്വദേശിനിയാണ്. കേരള ഹെൽത്ത് സർവീസ് അസിസ്റ്റന്റ് സർജൻ, കൊല്ലം അസിസ്റ്റന്റ് കളക്ടർ, സബ് കളക്ടർ, സംസ്ഥാന IT മിഷൻ ഡയറക്ടർ, ലേബർ കമ്മീഷണർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഞാൻ എന്ത് വാങ്ങിയാലും അമ്മയോടാണ് ആദ്യം ഷെയർ ചെയ്യുന്നത്. ഉടനെ ചോദ്യം വരും, ഇപ്പോഴിത് വേണമായിരുന്നോ, എന്തിനാ മോളെ ഇതൊക്കെയെന്ന്. പക്ഷെ ഞാനൊരൽപ്പം സ്വർണം വാങ്ങിയാൽ അമ്മ ഹാപ്പിയാണ്. അപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും, ജോസ് ആലൂക്കാസ് അല്ലേ? അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ജോസ് ആലൂക്കാസ് സ്വർണം സന്തോഷമാണ്, ഇന്നും എന്നും. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. ചിറ്റൂർ കോളേജിൽ കൂടിയാട്ടം പ്രദർശിപ്പിച്ചു. ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കോളേജ് സംസ്കൃത വിഭാഗം കൂടിയാട്ടം സംഘടിപ്പിച്ചു. ഡോക്ടർ CK ജയന്തി കൂടിയാട്ടം ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുത്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. ജൂബിലി കോർഡിനേറ്റർ മുരുകൻ കലാകാരന്മാരെ അനുമോദിച്ചു. സംസ്കൃതം വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ CS സജീഷ് സ്വാഗതവും ഡോക്ടർ രമ്യ നന്ദിയും പ്രകാശിപ്പിച്ചു. കട കത്തി നശിച്ച വ്യാപാരിക്ക് ധനസഹായം നൽകി. മണ്ണാർക്കാട് കട കത്തി നശിച്ച വ്യാപാരിക്ക് ധനസഹായം നൽകി. ആശുപത്രി പടിയിൽ കഴിഞ്ഞ ദിവസം ചില സാമൂഹിക വിരുദ്ധർ കാസിമിന്റെ പെട്ടിക്കട തീവെച്ച് നശിപ്പിച്ചിരുന്നു. കട പൂർണ്ണമായും കത്തി നശിച്ച് വലിയ നാശനഷ്ടമുണ്ടായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് കാസിമിന് ധനസഹായം നൽകുകയും മറ്റു വ്യാപാരികളുടെ സഹായത്തോടെ കട പുനർനിർമ്മിച്ചു നൽകാനുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ഊട്ടറ പാലത്തിൽ നവീകരണ ജോലികൾ തുടങ്ങി. കൊല്ലങ്കോട്ട് ഊട്ടറ ഗായത്രിപ്പുഴ പാലം തകർന്ന ഭാഗം ഉൾപ്പെടെ ബലപ്പെടുത്തി നവീകരിച്ച ആംബുലൻസ് ഉൾപ്പെടെ ചെറിയ വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ള പ്രവൃത്തികൾ ഇന്നലെ ആരംഭിച്ചു. പാലത്തിന്റെ ദുർബലമായ തൂണുകൾ ബലപ്പെടുത്തുന്നതോടൊപ്പം പാലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും നവീകരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്.
പാലത്തിലൂടെ ഇരുചക്ര വാഹനം ഉൾപ്പെടെ ഗതാഗതം നിരോധിച്ചതോടെ കൊല്ലങ്കോട് ടൗണിൽ ഗതാഗത കുരുക്ക് ഒഴിയാബാധയായി നീളുകയാണ്. രാത്രി സമയങ്ങളിൽ പോലും വാഹനക്കുരുക്ക് ഉണ്ടാവുന്നുണ്ട്. യാത്രക്കാർക്ക് ഏറെ ദുർഘടമായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 7-നാണ് തെക്കുഭാഗം 2-3 പില്ലറുകൾക്കിടയിൽ പാലത്തിൽ വലിയ ഗർത്തമുണ്ടായത്. തുടർന്ന് പൊതുമരാമത്ത് അധികൃതർ എത്തി പരിശോധനകൾ നടത്തി ബലക്ഷയം കണ്ടെത്തി നിർദ്ദേശം വെച്ചതിനെ തുടർന്ന് കെ ബാബു MLA-യുടെ സാന്നിധ്യത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഗതാഗതം നിർത്തിവെക്കാൻ തീരുമാനിച്ചിരുന്നു. തുടർന്ന് കൊല്ലങ്കോട് പോലീസ് ഇൻസ്പെക്ടർ AV വിപിൻ ദാസ് പാലത്തിൽ ബാരിക്കേഡ് വെച്ച് ഗതാഗതം തടഞ്ഞു. യാത്രാവാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ ബദൽ മാർഗം ഏർപ്പെടുത്തുകയും ചെയ്തു. ഊട്ടറ ആലമ്പള്ളം പാതയിലൂടെ എല്ലാത്തരം ചരക്കുകടത്ത് വാഹനങ്ങൾക്കും സഞ്ചാര നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. യാത്രാക്ലേശം രൂക്ഷമായതോടെ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ സംഘടനകളും വ്യാപാരികളും അടിയന്തരമായി പാലത്തിൽ ചെറിയ വാഹനങ്ങൾ സഞ്ചരിക്കാൻ വഴിയൊരുക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത വിനോദ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ബ്ലോക്ക് സെക്രട്ടറിക്കാണ് രാജിക്കത്ത് നൽകിയത്. മുന്നണി ധാരണ പ്രകാരമാണ് രാജി. ഭരണത്തിന്റെ തുടക്കത്തിൽ പ്രസിഡന്റ് ആകുന്നവർ 2 വർഷം പൂർത്തിയായാൽ രാജിവെക്കണം എന്നായിരുന്നു മുന്നണി ധാരണ. പ്രസിഡന്റ് രാജിവെച്ചതോടെ വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ് കുട്ടിക്കാണ് പ്രസിഡന്റിന്റെ ചുമതല. കൊപ്പം ഡിവിഷനിൽ നിന്നും ജയിച്ച ഗീത മണികണ്ഠനാകും ഇനി പ്രസിഡന്റ്. ഇടവേള. വിലമതിക്കാനാകാത്തതാണ് ചില ബന്ധങ്ങൾ. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാകില്ല. അതെനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഏറെ വിലപ്പെട്ടതാണ്. മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, വിലമതിക്കാനാകാത്തതാണ് ചില ബന്ധങ്ങൾ. എന്തെന്നാൽ അത് അത്രമേൽ അമൂല്യമാണ്. ട്രിനിറ്റി ഗോൾഡ്, കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ട്രിനിറ്റി ഗോൾഡ്. എക്സ്പീരിയൻസ് നെക്സ്റ്റ് ജനറേഷൻ ജ്വല്ലറി. ബിഹൈൻഡ് പുത്തൻപള്ളി, എരിഞ്ഞേരി അങ്ങാടി, തൃശൂർ, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ചിറ്റൂരിൽ വാട്ടർ ATM-ന് തുടക്കമാകുന്നു. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം വാട്ടർ ATM പദ്ധതിക്ക് തുടക്കമാകുന്നു. കുഴൽ കിണറിൽ നിന്നുള്ള വെള്ളം ശുദ്ധീകരിച്ച് 500 ലിറ്റർ ടാങ്കിൽ സംഭരിച്ച വാട്ടർ ATM വഴി നൽകുന്നതാണ് പദ്ധതി. നല്ലേപ്പിള്ളി, വടകരപ്പതി, എഴുത്തേമ്പതി, പൊൽപ്പുള്ളി, എലപ്പുള്ളി പഞ്ചായത്തുകളുടെ കോമ്പൗണ്ടിലും കൊഴിഞ്ഞാമ്പാറ UP സ്കൂൾ കോമ്പൗണ്ടിലുമാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാട്ടർ ATM-കൾ സ്ഥാപിച്ചിരിക്കുന്നത്. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം ചെലവഴിച്ചാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ഒരു യൂണിറ്റിന് 5 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പദ്ധതി ഉദ്ഘാടനം ഫെബ്രുവരിയോടെ നടക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് V മുരുകദാസ് അറിയിച്ചു. ജില്ലയിൽ 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം ലഭിക്കുന്ന വാട്ടർ ATM പദ്ധതി തേങ്കുറിശ്ശി പഞ്ചായത്തിലും ആരംഭിച്ചിട്ടുണ്ട്. അരിവാൾ രോഗബാധിതർക്ക് പോഷകാഹാര കിറ്റ് വിതരണം നടന്നു. പാലക്കാട് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കോട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ അരിവാൾ രോഗബാധിതർക്ക് പോഷകാഹാര കിറ്റ് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മലയാളി മദീനയിൽ നിര്യാതനായി. ഭാര്യയോടൊപ്പം ഉംറ നിർവഹിക്കാനെത്തിയ മലയാളി മദീനയിൽ നിര്യാതനായി. പാലക്കാട് ആലത്തൂർ സ്വദേശി മുഹമ്മദ് റഫീഖാണ് മദീനയിൽ നിര്യാതനായത്. കളക്ടർമാർക്ക് യാത്രയയപ്പും സ്വീകരണവും നൽകി. വിശ്വാസന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നിന്നും സ്ഥലം മാറിപ്പോകുന്ന ജില്ലാ കളക്ടർ മൃണ്മയി ജോഷിക്ക് യാത്രയയപ്പും പുതുതായി ചാർജ് എടുത്ത കളക്ടർ S ചിത്രയ്ക്ക് സ്വീകരണവും നൽകി. ടോപ്പ് ഇൻ ടൗൺ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ് സെക്രട്ടറി അഡ്വക്കേറ്റ് P പ്രേംനാഥ് സ്വാഗതം പറഞ്ഞു. CAB ജയരാജ്, അഡ്വക്കേറ്റ് ദേവി കൃപ, അഡ്വക്കേറ്റ് ശാന്താദേവി എന്നിവർ പ്രസംഗിച്ചു. കളക്ടർമാരായ മൃണ്മയി ജോഷിയും S ചിത്രയും മറുപടി പ്രസംഗം നടത്തി. മൃണ്മയി ജോഷി സഞ്ചരിച്ച പാതയിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് പാലക്കാടിന്റെ വികസനത്തിനും നന്മയ്ക്കും വേണ്ടി താൻ പ്രവർത്തിക്കുന്നതാണെന്ന് പുതിയ കളക്ടർ S ചിത്ര മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ഭാരത് ജോഡോ ദേശീയോദ്ഗ്രന്ഥ സംഗമം. പാലക്കാട് ഭാരത് ജോഡോ യാത്ര കാശ്മീരിൽ സമാപിക്കുന്ന ദിവസമായ ഇന്നലെ രാവിലെ 10:30 കുഴൽമന്ദം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ ദേശീയോദ്ഗ്രന്ഥ സംഗമം സംഘടിപ്പിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. സംഗമം DCC ജനറൽ സെക്രട്ടറി C പ്രേം നവാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് IC ബോസ് അധ്യക്ഷത വഹിച്ചു. C പ്രകാശ്, മിനി നാരായണൻ, KV രാജൻ, S രാമകൃഷ്ണൻ, പ്രതീഷ് മാധവൻ, A സക്കീർ ഹുസൈൻ, A ഷാജഹാൻ, CV രാജൻ, ഷമീർ മഞ്ഞാടി, C മണി, N വിവേക് എന്നിവർ സംസാരിച്ചു. മിഷൻ അന്ത്യോദയ സർവേ പരിശീലനം സംഘടിപ്പിച്ചു.
സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മിഷൻ അന്ത്യോദയ സർവേ 2022 ജില്ലാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. അടിസ്ഥാന സൗകര്യം, മാനവ വികസനം, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയുടെ അവസ്ഥ നിർണ്ണയിക്കുന്ന ഏതാനും സൂചകങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ഗ്രാമപഞ്ചായത്തുകളെ റാങ്ക് ചെയ്യുന്നതിനു വേണ്ടി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം രൂപകൽപ്പന ചെയ്തിട്ടുള്ള മിഷൻ അന്ത്യോദയ സർവേയുടെ ഫീൽഡ് തല വിവരങ്ങൾ ശേഖരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ബ്ലോക്ക് നോഡൽ ഓഫീസർക്കുമായാണ് മിഷൻ അന്ത്യോദയ സർവേ 2022 പരിശീലനം സംഘടിപ്പിച്ചത്. ബാലികാ ദിനത്തോടനുബന്ധിച്ച് തീം ഷോ നടന്നു. പാലക്കാട് എൻട്രി ഹോമിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ വളപ്പിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പെൺകുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങൾ, പ്രശ്നങ്ങൾ, അത് എങ്ങനെ നേരിടണം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചായിരുന്നു തീം ഷോ അവതരിപ്പിച്ചത്. 10ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ടിജു റേച്ചൽ തോമസ്, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എസ് ശുഭ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇന്ന് നമ്മൾ ആഗ്രഹിച്ച സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി തരാൻ നമ്മുടെ സ്വന്തം പ്രേം സൃഷ്ടി ഉണ്ടല്ലോ. ദശാവതാരം എന്ന ആശയം ആദ്യമായി നെക്ലസിലേക്ക് ആവാഹിച്ചു തന്നു പ്രേം സൃഷ്ടി ജ്വൽസ്. നമ്മുടെ മനസ്സിനകത്തെ സ്വർണ്ണാഭരണ സങ്കല്പങ്ങൾ അതേപടി വിശ്വാസ്യതയോടും ഗുണമേന്മയോടും കൂടി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കാൻ ഇന്ന് പ്രേം സൃഷ്ടി ജ്വൽസ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. നമ്മുടെ മനസ്സറിയുന്ന പണിശാല. വാർത്തകൾ തുടരുന്നു. ഇനി അല്പം ആരോഗ്യം. പല്ലിന്റെയും മോണയുടെയും ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. മിക്കവരും പല്ലിന്റെ മോണയുടെയും കാര്യത്തിൽ അധികം ശ്രദ്ധ കൊടുക്കാറില്ല. ഇടവിട്ട് പല്ല് വേദന വരുന്നു, പല്ല് പുളിക്കുന്നു, വായനാറ്റം മാറുന്നില്ല, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് പലരെയും അലട്ടുന്നത്. ശരീരം നോക്കുന്നത് പോലെ തന്നെ പല്ലിന്റെ മോണയുടെയും ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിവസത്തിൽ 2 തവണ പല്ലു തേക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലായ്പ്പോഴും പല്ലുകൾ വൃത്തിയായി സൂക്ഷിക്കുക. മാത്രമല്ല, അന്നജം ധാരാളം അടങ്ങിയ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. ചോക്ലേറ്റ് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ചോക്ലേറ്റുകൾ കഴിക്കുന്നതിലൂടെ പല്ലിന് പ്ലേക്ക് രൂപപ്പെടാനും കേടുവരാനും സാധ്യതയേറെയാണ്. ചോക്ലേറ്റുകൾ കുട്ടികളായാലും മുതിർന്നവരായാലും നിയന്ത്രിത അളവിൽ മാത്രം കഴിക്കുക. നമ്മൾ എല്ലാവരും കാപ്പി കുടിക്കാറുണ്ട്. കാപ്പി കുടിക്കുന്നത് പല്ലിന് കൂടുതൽ ദോഷം ചെയ്യും. അമിതമായ അളവിൽ മധുരം ചേർത്ത കാപ്പി കുടിക്കുന്നവരുടെ പല്ലുകൾ പെട്ടെന്ന് ദ്രവിക്കാൻ സാധ്യതയുണ്ട്. കാപ്പി കുടിച്ച ശേഷം ശരിയായി വായ് കഴുകുവാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പല്ലിന് കറ പിടിക്കുവാനും കേടുവരുവാനുള്ള സാധ്യതയും ഏറെയാണ്. പുസ്തക ലോകത്തേക്ക്. സാഹിത്യത്തിലെ ജനപ്രിയ ശാഖകളാണ് കഥയും നോവലും. ടി പത്മനാഭൻ, കാക്കനാടൻ, ബെന്യാമിൻ, സന്തോഷ് ഏച്ചിക്കാനം, അഷിത എന്നിവരുടെ കഥാലോകത്തെയും എം മുകുന്ദൻ, കാക്കനാടൻ, സേതു, എം സുകുമാരൻ, അംബിക സുധൻ, വി ജെ ജെയിംസ് തുടങ്ങിയവരുടെ നോവൽ പാഠങ്ങളെയും സവിശേഷവും ആധികാരികവുമായി വിശകലനം ചെയ്യുന്ന ഗ്രന്ഥമാണിത്. 15 പ്രബന്ധങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സമാഹാരം സാഹിത്യ പഠിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാണ്. പുസ്തകത്തിനായി 7736806280 എന്നീ നമ്പറിൽ ബന്ധപ്പെടാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രഷർ ക്വാറി ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. മുണ്ടൂരിൽ കടകൾ കുത്തി തുറന്ന മോഷണം. നാളെ മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധം. ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കും. വലിയപാടം ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷം ഇന്നു മുതൽ ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.